ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. റോസ് ഗാർഡൻ പാർട്ട് 2. ശ്രീധരൻ കൊടുത്ത പണവുമായി ദേവൂട്ടി കടയിലേക്ക് പോയി. ശ്രീധരൻ 2-3 പ്രാവശ്യം അടുക്കളയിൽ വന്ന് എത്തി നോക്കി. അപ്പോഴൊക്കെ പഞ്ചമി ഒഴിഞ്ഞു മാറി. അടുത്ത മുറിയിൽ നിന്നും ശ്രീധരന്റെയും സീതമ്മയുടെയും കളി തമാശകൾ കേട്ടപ്പോൾ പഞ്ചമിക്ക് സമാധാനമായി. സീതമ്മ ഉറക്കമുണർന്നു. ഇനി അയാളെ ഇടം വലം തിരിയാൻ അവൾ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ചേർന്ന മകൾ തന്നെ. ദേവൂട്ടി ഒരു ചുമട് സാധനവുമായി മടങ്ങി വന്നു. ഇതെല്ലാം കൊലമരം ശ്രീധരന്റെ പണമാണെന്ന് ഓർത്തപ്പോൾ പഞ്ചമിക്ക് സങ്കടമായി. എടി പെണ്ണെ, ശ്രീധരന് ഇഷ്ടമുള്ള കറികളൊക്കെ കൊടുവെക്കണം. അവനോടുള്ള ദേഷ്യമൊക്കെ വെച്ച് വിളമ്പുന്നതിൽ തീർത്താണ്ടുണ്ടല്ലോ. കൊല്ലും ഞാൻ. ദേവൂട്ടി അടുക്കളയിൽ നിന്ന് പിൻവാങ്ങി. ഒരു കള്ളന്റെ അധ്വാനമാണ് താൻ പാകപ്പെടുത്തി കൊടുക്കേണ്ടതെന്ന് ഓർത്തപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. ഇതിൽ ഭേദം ആത്മഹത്യ ചെയ്യുകയാണ്. പക്ഷേ അച്ഛൻ, താൻ കൂടി പോയാൽ അച്ഛൻ തനിച്ചാവും. ചെറിയമ്മയോ മകളോ അച്ഛനെ തിരിഞ്ഞു നോക്കുപോലും ഇല്ല. ഉച്ചയൂണിനുള്ള ചോറും കറികളും ഒരുക്കുമ്പോൾ ആത്മനിന്ദ തോന്നി. അടുത്ത മുറിയിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് കൊലമരം ശ്രീധരന്റെയും ചെറിയമ്മയുടെയും കൊഞ്ചിക്കുഴയിലാണ്. സീതമ്മ സ്കൂളിൽ പോയിട്ടുണ്ടാകും. നാണവും മാനവുമില്ലാത്ത വർഗം. പാവ അച്ഛൻ. ഇതെല്ലാം കേട്ട് മനം പൊട്ടി കരയുകയാവും. ഉച്ചയൂണ് തയ്യാറായപ്പോഴാണ് ദേവൂട്ടി അടുക്കളയിലെത്തിയത്. എന്തോ നാടി, വായിൽ വെച്ച് കൂട്ടാവുന്നത് വല്ലതും ഉണ്ടോ? ദേവൂട്ടി കറികളെല്ലാം രുചിച്ചു നോക്കി. ഒന്ന് സഹായിക്കാൻ കൂടി അടുക്കളയിൽ വരാതെ കൊലമരം ശ്രീധരനോടൊപ്പം കൊഞ്ചിക്കൊഴഞ്ഞിട്ട് വന്നു നിന്ന് ശകാരിക്കുന്നു. ദേവുവക്ക, എനിക്ക് പോകണം. ശ്രീധരൻ ധൃതി കൂട്ടി. നീ കൈ കഴുകിയിട്ടിരുന്നോ ശ്രീധര, ഇവള് വിളമ്പി തരും. ദേവൂട്ടി തിരിഞ്ഞ് പഞ്ചമിയോടായി പറഞ്ഞു. ഇനിയുള്ള കാലം ശ്രീധരന് വെച്ച് വിളമ്പി കൊടുക്കേണ്ടത് നീയാ. ഇപ്പോഴേ അവന്റെ ഇഷ്ടങ്ങളൊക്കെ പഠിച്ചോണം. വേഗം വിളമ്പാൻ നോക്ക്. മുഖമടച്ച് ഒരാട്ട് കൊടുക്കാനാണ് പഞ്ചമിക്ക് തോന്നിയത്. ശ്രീധരൻ കൈ കഴുകി ഇരുന്നു കഴിഞ്ഞു. ദേവൂട്ടി തന്ത്രപൂർവം പുറത്തേക്ക് പോയി. പഞ്ചമി, എനിക്ക് അല്പം തിടുക്കമുണ്ട്. ദേവുവക്കൻ പറഞ്ഞതുകൊണ്ടാ ഉച്ചയൂണിന് നിന്നത്. പിന്നെ പഞ്ചമിയുടെ കൈകൊണ്ട് വിളമ്പി തരുന്ന ഊണ് കഴിച്ചിട്ടും കുറെ നാളായില്ലേ. വേഗം വിളമ്പ്. ശ്രീധരൻ ധൃതി കൂട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ പഞ്ചമി വിഷമിച്ചു. ചെറിയമ്മ തന്നെ കൊണ്ട് വിളമ്പിക്കാൻ വേണ്ടി പുറത്തെവിടെയോ പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അറപ്പോടും വെറപ്പോടും കൂടിയാണ് പഞ്ചമി കൊലമരം ശ്രീധരന് മുന്നിൽ ചോറും കറികളും വിളമ്പിയത്. അപ്പോഴൊക്കെ ശ്രീധരന്റെ നോട്ടം പഞ്ചമിയുടെ തങ്ക നിറമാർന്ന ശരീരത്തിലായിരുന്നു. ആ മുഗ്ധ സൗന്ദര്യം മുത്തിക്കുടിക്കുവാൻ അയാൾ വെമ്പൽ കൊണ്ടു. എത്രയെത്ര പെൺകുട്ടികൾ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിരിക്കുന്നു. ചില സ്ത്രീകൾ താൻ കൊടുത്ത പണത്തിനു മുമ്പിൽ സ്വയം വിധേയരാവുകയായിരുന്നു. പണത്തിന് മുന്നിലും കീഴടക്കാത്തവരെ ഭീഷണിയിൽ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സൗന്ദര്യ തിടമ്പിനെ ഒരു ദിവസത്തേക്കായി മാത്രം പോരാ, ജീവിതാന്ത്യം വരെ തനിക്കിവൾ വേണം. അതിനുവേണ്ടി ഈ കൊലമരം ശ്രീധരൻ എന്തും ചെയ്യും. പഞ്ചമി അവന് ലഹരിയായിരുന്നു. പഞ്ചമി, ശ്രീധരൻ വിളിച്ചു. അവൾ അടുക്കളയിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരുമോ? അവൾ ഈർഷ്യയോടെ ഒരു മൊന്തയിൽ വെള്ളവുമായി വന്നു. അപ്പോഴേക്കും ശ്രീധരൻ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. അവൾ മുറിയിലേക്ക് കയറിയതും അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. പഞ്ചമി, ഞാൻ പോയിട്ട് വരുമ്പോൾ നീ പറയുന്നത് എന്തു കൊണ്ടുവരാം? പറ, എന്താ വേണ്ടത്? പറഞ്ഞു തീരും മുമ്പേ പഞ്ചമി വെള്ളം നിറച്ച മൊന്ത കൊണ്ട് അവന്റെ മുഖത്ത് ശക്തിയായി ഇടിച്ചു. പിന്നെ അടുക്കള വാതിലും കടന്ന് പുറത്തേക്കോടി. വെടികൊണ്ട സിംഹത്തെ പോലെ കൊലമരം ശ്രീധരൻ ഒന്ന് പിഴഞ്ഞുണർന്നു. പക്ഷേ അപ്പോഴേക്കും ദേവൂട്ടി മുറിയിലേക്ക് കയറി വന്നു. ഇത്ര പെട്ടെന്ന് ഊണ് കഴിഞ്ഞോ? ഇതെന്തൊരു ഊണാ ശ്രീധര? ചുമ്മാതല്ല, ക്ഷീണിച്ചിരിക്കുന്നത്. വിശപ്പ് തോന്നിയില്ല ദേവുവക്ക. മുഖത്ത് വന്ന കോപതാപങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് ശ്രീധരൻ പുറത്തേക്കിറങ്ങി. അവന്റെ കണ്ണുകൾ പഞ്ചമിയെ തേടുകയായിരുന്നു. ഇല്ല, അവൾ എവിടെങ്കിലും ഒളിച്ചിട്ടുണ്ടാവും. അവന്റെ കണ്ണുകളിൽ തീ പാറുകയായിരുന്നു. തന്നെ ആദ്യമായി തല്ലിയ പെണ്ണാണവൾ. അതേ കൈകൊണ്ട് തലോടൽ ഏറ്റുവാങ്ങണം. കൊലമരം ശ്രീധരൻ വർദ്ധിച്ച പകയോടെ കൈ കഴുകി തിരിച്ചു വന്നു. കൊലമരം ശ്രീധരൻ തിരിച്ചു പോകുന്നതുവരെ പഞ്ചമി ആ പ്രദേശത്തേക്ക് വന്നതേയില്ല. ശ്രീധരനോടൊപ്പം ദേവൂട്ടിയും ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ അവൾ അടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. 4-5 ദിവസത്തേക്ക് ശ്രീധരന്റെ ശല്യമില്ലെങ്കിലും ഇനി കൂടുതൽ സൂക്ഷിക്കണമെന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരു കുളിർ തെന്നലായി ഫ്രെഡി കടന്നു വന്നു. വൈകുന്നേരം ഭഗവതിക്കാവിൽ വരണം. ഞാൻ കാത്തു നിൽക്കും. രാത്രി ഇരുട്ടിയാലും അടുത്ത പ്രഭാതം ഉദിച്ചാലും ഈ ഫ്രെഡി പഞ്ചവർണ്ണ കിളിയും കാത്ത് അവിടെ ഉണ്ടാകും. ആ വാക്കുകൾ, ആ മുഖം
നിമിഷങ്ങൾ അടർന്നു വീഴും തോറും ആ വാക്കുകളും ആ മുഖവും അവളുടെ ഹൃദയത്തിൽ മറ്റൊരു നൊമ്പര പൂക്കളാവുകയായിരുന്നു. ഭഗവതിക്കാവിൽ ഇന്ന് താൻ ചെന്നില്ലെങ്കിൽ മനസ്സ് നിറയെ നൊമ്പരങ്ങളുമായി റോസ് ഗാർഡനിലെ ചാച്ചി മുത്തശ്ശിയുടെ കൊച്ചുമകൻ മടങ്ങിപ്പോകും. പടിഞ്ഞാറേ താഴ്വരത്തിൽ സൂര്യൻ എരിഞ്ഞടങ്ങുകയാണ്. അന്തിച്ചെമപ്പിന്റെ നിഴൽപ്പാടുകൾ മുറ്റത്തും തൊടിയിലും പടരുകയാണ്. ഏറെ നേരം അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആരോ തന്നെ മാടി വിളിക്കുന്നത് പോലെ. പഞ്ചമി പിന്നൊന്നും ചിന്തിച്ചില്ല. വേഗം കുളിച്ചൊരുങ്ങി അച്ഛനോട് അനുവാദവും വാങ്ങി അന്തിവെയിൽ വീണുറങ്ങുന്ന ഇടവഴിയിലൂടെ അവൾ നടന്നു. അപ്പോൾ പഞ്ചമിയുടെ മനസ്സ് തുടികൊട്ടി പാടുകയായിരുന്നു. ഭഗവതിക്കാവിന്റെ പിന്നിലുള്ള വിജനമായ ഇടവഴിയിൽ ഫ്രെഡി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായിരുന്നു. ഇനിയും പഞ്ചമി എത്തിയിട്ടില്ല. പടിഞ്ഞാറൻ കുന്നുകളിൽ അന്തിച്ചുവപ്പിന്റെ ചോര നിറം പടർന്നു. ഇരുളിനും വെളിച്ചത്തിനും ഇടയിലുള്ള മഞ്ഞ നിറം ഇടവഴിയിലെ ചെമ്മണ്ണിൽ പുതഞ്ഞു കിടന്നു. ഫ്രെഡിക്ക് ആകെ നിരാശ തോന്നി. പഞ്ചമി ഇനിയും വരില്ലേ? തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന വെളിച്ചമാണ് പഞ്ചവർണ്ണക്കിളി, തന്റെ സ്വപ്നത്തിലെ രാജകുമാരി. ചാച്ചി മുത്തശ്ശി ഇതറിഞ്ഞാൽ സഹിക്കില്ല. റോസ് ഗാർഡനിലെ കൊച്ചുമകൻ പാവപ്പെട്ടൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ ചാച്ചി മുത്തശ്ശി മാത്രമല്ല, റോസ് ഗാർഡനിലെ സന്തതി പരമ്പരകളെല്ലാം തനിക്ക് നേരെ വിരൽ ചൂണ്ടും. ചിലപ്പോൾ ഇനി ഒരിക്കലും ഈ ഗ്രാമത്തിലേക്ക് തന്നെ അയച്ചുകൂടൊന്നും വരില്ല. പക്ഷേ തന്റെ ഹൃദയത്തിന്റെ കൂട്ടിലേക്ക് ഏതോ ഒരു വസന്തകാലത്തെ തണുത്ത പ്രഭാതത്തിൽ ചേക്കേറിയ പഞ്ചവർണ്ണ കിളിയെ കൂട് തുറന്ന് പുറത്തു വിടാനുമാവില്ല. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ വിശുദ്ധിയും തന്റെ പഞ്ചവർണ്ണ കിളിയിലുണ്ട്. പഞ്ചമിയെ സ്നേഹിച്ചാലുണ്ടാകുന്ന ദുരന്തം മുൻകൂട്ടി അവൻ അറിയാമായിരുന്നു. ഏത് ദുരന്തത്തിന് നടുവിലും വെളുത്തു കൊല്ലുന്നതിനുള്ള ആ കൊച്ചു സുന്ദരിയെ താൻ സംരക്ഷിക്കും. ചെമ്മൺ പാത അവസാനിക്കുന്നിടത്തേക്ക് ഫ്രെഡി കണ്ണുകൾ പായിച്ചു. നേരം സന്ധ്യയോടടുക്കുകയാണ്. ആകാശമേലാപ്പ് നിറഭേദങ്ങളാൽ ഇരുളുകയാണ്. ഇല്ല, ഇനി അവൾ വരില്ല. കാണാൻ ചന്തമുള്ള പെൺകുട്ടികളുടെയൊക്കെ പിന്നാലെ പറന്നു നടക്കുന്ന ഒരു റൊമാൻറ്റിക് ഹീറോ ആയി പഞ്ചമി തന്നെ കണ്ടിട്ടുണ്ടാവണം. ഫ്രെഡിക്ക് കടുത്ത ദുഃഖം തോന്നി. താൻ സ്നേഹിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും പെൺകുട്ടി പഞ്ചമിയായിരിക്കും. ഫ്രെഡി 1-2 നിമിഷം കൂടി അവിടെ ചെന്നിട്ട് ദുഃഖം കനീഭവിച്ച മനസ്സുമായി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ചെമ്മൺ പാത അവസാനിക്കുന്നിടത്ത് മറ്റൊരന്തിച്ചോപ്പായി അവൾ. പഞ്ചവർണ്ണക്കിളി. ഫ്രെഡിയുടെ കണ്ണുകൾ തിളങ്ങി. ഹൃദയ താളങ്ങൾ ദ്രുതഗതിയിലായി. ഫ്രെഡി ഇടവഴിയിലൂടെ നടന്നു വരുന്ന പഞ്ചമിയെ തിളങ്ങുന്ന കണ്ണുകളാൽ ഉറ്റുനോക്കി കണ്ടു. പഞ്ചമിയും ഫ്രെഡിയെ കണ്ടു. അവളുടെ ഉള്ളിലും ഒരിക്കലും ഉണ്ടാതിരുന്ന പ്രേമഗീതങ്ങൾ ഉയരുകയായിരുന്നു. മറക്കുവാൻ ആവതും ശ്രമിച്ചിട്ടും ഫ്രെഡിയുടെ രൂപം അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. ദുഃഖങ്ങൾ മാത്രം സമ്മാനിച്ച ഈ ജന്മത്ത് അവൾക്ക് കിട്ടിയ ഒരു നീരുറവയായി അവൻ. പഞ്ചമി ഫ്രെഡിക്ക് മുന്നിൽ മുഖം കുനിച്ചു നിന്നു. അവൻ അവളെ സാഗൂതം നോക്കി. ഇവൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ സൂചനയാണ് ഈ വരവ്. സന്തോഷാധിക്യത്താൽ ആകാശത്തോളം ഉയർന്നു ചാടണമെന്ന് തോന്നിയ നിമിഷങ്ങൾ. ഈ വസന്തകാലം മുഴുവൻ എനിക്കിനി ഈ ഗ്രാമത്തിൽ കഴിയാം അല്ലേ? നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഫ്രെഡി ചോദിച്ചു. അവൾ മുഖമുയർത്തിയില്ല. മൗനത്തിന്റെ തമ്പിൽ ഒതുങ്ങിക്കൂടിയെങ്കിലും അവളുടെ മനസ്സ് 1000 പ്രാവശ്യം മന്ത്രിച്ചു. ഈ വസന്തകാലം മാത്രമല്ല, ഇനിയുള്ള വസന്തകാലം മുഴുവൻ എന്റെ കൊച്ചു സായിപ്പ് വരണം. ഈ പഞ്ചവർണ്ണക്കിളി കാത്തിരിക്കും. അവളുടെ ഉള്ളം ത്രസിച്ചു. എന്താ ഒന്നും മിണ്ടാത്തെ? ഈ വസന്തകാലം തീരും വരെ ഞാൻ ഇവിടെ തങ്ങട്ടെ. ഈ വസന്തകാലം മാത്രമല്ല, ഇനിയുള്ള വസന്തകാലത്തും. പിന്നെ പിന്നെ നേർത്തൊരു പുഞ്ചിരിയോടെ ഫ്രെഡി അവളെ നോക്കി. അവൾ മുഖമുയർത്താതെ സമ്മതത്താൽ തലയിളക്കി. ഫ്രെഡി ഒരു പൂത്തുമ്പിയാവുകയായിരുന്നു. ഈ വിശ്വസൗന്ദര്യം തനിക്ക് സ്വന്തമായതുപോലെ അവളെ മാറോട് ചേർത്തമർത്തി ആ ചെമന്ന് തൊടുത്ത കവിൾത്തടങ്ങളിൽ 1000 ചുടുചുംബനങ്ങൾ കൊടുക്കാൻ മനസ്സ് മോഹിച്ചു. പഞ്ചവർണ്ണക്കിളി. ആനന്ദാതിരകത്താൽ അവൻ വിളിച്ചു. അവൾ മെല്ലെ, വളരെ മെല്ലെ മുഖമുയർത്തി. അപ്പോൾ അവളുടെ കൺകോണുകളിൽ ഒരു മഞ്ഞൻ തുള്ളികൾ പറ്റി പിടിച്ചിരുന്നു. പിന്നെ ആ മഞ്ഞൻ തുള്ളികൾ ഇരു കവിളിലൂടെ ഒലിച്ച് താഴേക്കിറങ്ങി. എന്റെ പഞ്ചവർണ്ണക്കിളി എന്തേ കരയുന്നു? പരിഭ്രമത്തോടെ അവൻ ചോദിച്ചു. ഞാൻ പാവമാണ്, അവൾ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ട് ഫ്രെഡി തെല്ലുറക്കെ ചിരിച്ചു. ആ ചിരിയുടെ അവസാനം അവൻ പറഞ്ഞു, ഇത് പറയാനാണോ ഇത്രയും സമയം എടുത്തത്? ഞാൻ പാവപ്പെട്ടവളാണ്. എന്റെ അമ്മ പണ്ട്. പഞ്ചമിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിയെന്നോണം ഫ്രെഡി ശബ്ദിച്ചു. കുറച്ചൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പണ്ട് പഞ്ചമിയുടെ അമ്മ റോസ് ഗാർഡനിലെ വീട്ടുവേലക്കാരിയായിരുന്നു എന്നല്ലേ പറയാൻ വന്നത്? അതുകൊണ്ട് എനിക്ക് പഞ്ചമിയെ സ്നേഹിച്ചുകൂടുന്നുണ്ടോ?
വിവാഹം ചെയ്തുകൂടുന്നുണ്ടോ? ഫ്രെഡി 4-5 നിമിഷം മൗനം പൂണ്ടു. പിന്നെ അവൾക്കടുത്തേക്ക് തെല്ലടുത്ത് നിന്നിട്ട് മൃദുസ്വരത്തിൽ പറഞ്ഞു, ഞാൻ സ്നേഹിച്ചത് ഈ പഞ്ചവർണ്ണ കിളിയാണ്. വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ള ഇഷ്ടമല്ല. ജീവിതാന്തം വരെ ഒന്നിച്ച് ജീവിക്കാൻ, ദുഃഖവും സുഖവും ഒന്നിച്ച് പങ്കുവെച്ച് ഒരു കൂരയ്ക്കുള്ളിൽ മരണം വരെ ജീവിക്കാൻ. ടെൽമി, എന്നെ ഇഷ്ടമല്ലേ? അവൾ ശബ്ദിച്ചില്ല. ശബ്ദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. സന്തോഷത്തിന്റെ തെരുതല്ലലിൽ പരിസരം പോലും മറന്നു നിൽക്കുകയായിരുന്നു അവൾ. ആ നിമിഷം ഹൃദയസ്പന്ദനം പോലെ നിലച്ചു പോകുമോ എന്നവൾക്ക് തോന്നി. എന്നോടൊപ്പം എന്റെ എല്ലാമായി ജീവിക്കാൻ എന്റെ പഞ്ചവർണ്ണക്കിളിക്ക് ഇഷ്ടമാണോ? വീണ്ടും മന്ത്രിക്കും പോലെയുള്ള ഫ്രെഡിയുടെ സ്വരം. അവൾ മെല്ലെ തലയിളക്കി. മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. അവന്റെ കണ്ണുകളിൽ പ്രേമത്തിന്റെ തിളക്കം, അവളുടെ മുഖത്ത് ലജ്ജയുടെ കതിരുകൾ, നനഞ്ഞ മിഴികളിൽ സ്നേഹത്തിന്റെ 1000 വർണ്ണങ്ങൾ. നിമിഷങ്ങൾ അടർന്നു വീഴുകയായിരുന്നു. പഞ്ചമിയുടെ ലോകത്ത് ഇപ്പോൾ ഫ്രെഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതോ സ്വപ്ന ലോകത്ത് മുങ്ങിത്താഴും പോലെ അവൾ നിന്നു. ഉടനെ അവളുടെ മനസ്സിലേക്ക് കൊലമരം ശ്രീധനും ദേവൂട്ടിയും കടന്നു വന്നു. 4-5 ദിവസത്തേക്ക് ശ്രീധരന്റെ ശല്യം ഉണ്ടാവില്ല. പക്ഷെ ചെറിയമ്മ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാകും. സന്ധ്യ മയങ്ങിത്തുടങ്ങുകയാണ്. ഇതുവരെ ഭഗവതി കാവിൽ കയറിയത് പോലുമില്ല. അവൾക്കുള്ളിൽ ഭീതി നിറഞ്ഞു. കുറെ ശകാരിക്കുമെങ്കിലും നെറ്റിയിൽ ചന്ദനമുണ്ടെങ്കിൽ എങ്ങനെയും പറഞ്ഞു നിൽക്കാം. ചെറിയമ്മ ആദ്യം നോക്കുന്നത് നെറ്റിയിലേക്കായിരിക്കും. ഞാൻ പോട്ടെ, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്താ ഇത്ര ധൃതി? വീട്ടിൽ ചെറിയമ്മ വന്നിട്ടുണ്ടാവും. വൈകിയാൽ ചെറിയമ്മ വഴക്കുണ്ടാക്കും. അവൾ ഭീതിയോടെ ഫ്രെഡിയുടെ അനുവാദത്തിന് കാത്തുനിന്നു. എങ്കിലൊരു കാര്യം ചെയ്യ്, ഇനിയിപ്പോ അമ്പലത്തിൽ കയറണ്ടാന്ന് വെക്ക്, മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. ഫ്രെഡ് ചിരിച്ചു. നെറ്റിയിൽ പ്രസാദം കണ്ടില്ലെങ്കിൽ ചെറിയമ്മയ്ക്ക് സംശയമാകും. അവൾ മെല്ലെ പറഞ്ഞു. അതിന് പരിഹാരം ഉണ്ടാക്കാം. നെറ്റിയിൽ പ്രസാദം കണ്ടാ പോരെ? അത് പറഞ്ഞ് ഫ്രെഡി പോക്കറ്റിൽ നിന്ന് ആലിലയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച പ്രസാദം എടുത്തു. പഞ്ചമി വിസ്മയത്താൽ അവനെ നോക്കി. ഫ്രെഡി തെല്ലു സ്വാതന്ത്ര്യത്തോടെ അവളുടെ നെറ്റിയിൽ ചന്ദനം തൊട്ടു. ശരീരത്തിലൂടെ ഒരു വിദ്യുത് പ്രവാഹം കടന്നുപോയതുപോലെ അവൾക്ക് തോന്നി. അവൾ ഒരു സ്വപ്ന ലോകത്തായിരുന്നു. പഞ്ചമിയെ കാത്തു മുഷിഞ്ഞപ്പോ ഭഗവതി കാവിൽ ഒളിച്ചിരിക്കാന്ന് കരുതി അകത്ത് കയറി നോക്കിയപ്പോ എടുത്തതാ. തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും എന്നെ ശ്രദ്ധിച്ചില്ല. ഫ്രെഡി ഒന്ന് നിർത്തിയിട്ട് അവളുടെ വലത് കൈയിൽ ബാക്കി വന്ന പ്രസാദം വെച്ചുകൊടുത്തു. ഇതാ, ചെറിയമ്മ ചോദിച്ചാൽ അവരുടെ നെറ്റിയിലും പൂശിക്കോ. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ചെറു മന്ദഹാസത്തോടെ അവൾ ചോദിച്ചു. നാളെ രാവിലെ അതുവഴി എന്റെ ഷട്ടിൽ സർവീസ് ഉണ്ട്. ഇനി ഒളിച്ചോടിയേക്കരുത്, അവൻ ഓർമ്മിപ്പിച്ചു. അവൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് വേഗം നടന്നു. ചെറിയമ്മ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് ശകാരം കേട്ടത് തന്നെ. പഞ്ചമി വീട്ടിലെത്തുമ്പോൾ നിലവിളക്ക് പോലും കത്തിച്ചിരുന്നില്ല. സീതമ്മ ഏതോ വാരികയിലെ നോവൽ വായിച്ച് രസിച്ച് കിടക്കുകയാണ്. പഞ്ചമിക്ക് ദേഷ്യം തോന്നി. സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കാൻ പോലും നിനക്ക് വയ്യേ സീതമ്മേ? ഇതുവരെ ചേച്ചി എവിടെ പോയി കിടക്കുമായിരുന്നു? വാരികയുടെ താളുകളിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ സീതമ്മ ചോദിച്ചു. നിന്നോട് അതൊന്നും ചോദിച്ചില്ല. നിലവിളക്ക് കത്തിക്കാൻ എന്താന്നാ ചോദിച്ചത്? നല്ല രസമുള്ള നോവലാ ചേച്ചി. ജോസുകുട്ടി ഫിലോമിനയുടെ പിന്നാലെ വെട്ടുകത്തിയുമായി പായുന്ന ഭാഗമാ. ഫിലോമിനെ കൊല്ലുമെന്നറിയട്ടെ. സീതമ്മ വീണ്ടും വായിക്കാൻ തുടങ്ങി. കോപം ഇരച്ചു വന്നെങ്കിലും പഞ്ചമി സ്വയം അടക്കി. ചെറിയമ്മ വന്നിട്ടില്ലെന്നറിഞ്ഞപ്പോൾ പകുതി ആശ്വാസമായി. പഞ്ചമി വേഷം മാറ്റി വേഗം നിലവിളക്ക് കത്തിച്ചു വെച്ചു. പിന്നെ ഈണത്തിൽ നാമം ചൊല്ലി. നേരമേറെ ഇരുട്ടിയതിനു ശേഷമാണ് ദേവൂട്ടി വീട്ടിലെത്തിയത്. 2 ബാഗുകളിലായി എന്തൊക്കെയോ സാധനങ്ങൾ ദേവൂട്ടിയുടെ ഇരു കൈകളിലും ഉണ്ടായിരുന്നു. ഏതോ ദൂരയാത്ര കഴിഞ്ഞു വരും പോലെ. അവർ അകത്തേക്ക് കടക്കാൻ തുടങ്ങിയതും കേശു ക്ഷീണിച്ച സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു. ദേവൂട്ടി, ഇതുവരെ നീ എവിടായിരുന്നു? ആ ചോദ്യം ദേവൂട്ടിക്ക് രസിച്ചില്ല. എന്താ ചോദിച്ചേ? എവിടായിരുന്നെന്നോ? അവർ തിരിഞ്ഞു നിന്നു. 4 നേരം തന്തേ മോള് മൂക്കുമുട്ട തിന്നുന്നില്ലേ? അതിനുള്ള വകയുണ്ടാക്കാൻ പോയതാ. ഇത് ഞാന്റെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ ഞാൻ ആദ്യാണ്ട് വേറെ പണിക്ക് പോയതാണെന്ന്. അതെ, നിങ്ങളുടെ ആദ്യത്തെ കെട്ടികളുടെ പണിയായിരുന്നു. പാതിരാത്രിയെന്നോ 10 വെളുപ്പൊന്നും ഇല്ലാതെ കാണുന്നവന്റെ കൂടെയൊക്കെ കറങ്ങി നടന്നത്. കാദംബരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കേശുവിന് വല്ലാതെ നൊന്തു. ദേവൂട്ടി, അനാവശ്യം പറയരുത്. കേശുവിന്റെ സ്വരം വിറച്ചു. പറഞ്ഞാൽ എന്തോ ചെയ്യും? ദേവൂട്ടി കേശുവിന് നേരെ വിരൽ ചൂണ്ടി. കാദംബരിയെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവോ? ദേവൂട്ടി, കേശു നിയന്ത്രണം വിട്ടു ഉറക്കെ വിളിച്ചു. കൊലമരൻ ശ്രീധരൻ വന്ന തന്റേടമായിരുന്നു ദേവൂട്ടിക്ക്. കിടന്നലറാതെ മനുഷ്യ. ഇതൊന്നും കേട്ട് ദേവൂട്ടി പേടിക്കത്തില്ല.
കാദംബരിയെ കൊന്നു മാവിൻ കൊമ്പത്ത് കെട്ടിത്തൂക്കിയതുപോലെ എന്നെയും കൊന്നുകളയാമെന്ന് കരുതണ്ട. കാദംബരിയല്ല ഈ ദേവൂട്ടി. ദേവൂട്ടി തന്റെ ഇടത്തോടെ പറഞ്ഞു. പൊടുന്നനെ കേശുവിൽ നിന്നൊരു സ്ഫോടനമുണ്ടായി. കാദംബരി, റോസ് ഗാർഡൻ, ദേവൂട്ടി. കേശു ഒരു താക്കീതോടെ വിളിച്ചു. ദേവൂട്ടി വെറുപ്പോടെ കേശുവിന് നേരെ മുഖം വെട്ടിത്തിരിച്ചു. ഒച്ച വെച്ച് എന്നെ പേടിപ്പിക്കണ്ട. നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനില്ലെന്ന് കണ്ടപ്പോ കാദംബരിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുമല്ലായിരുന്നോ? റോസ് ഗാർഡനിലെ ചാച്ചി മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു കയ്യിൽ വിലങ്ങ് വീഴുന്നത്. ദേവൂട്ടി ചവിട്ടി മെതിച്ച് നടക്കാൻ തുടങ്ങിയതും ഒരു നിമിഷം അറച്ചു നിന്നു. വാതുക്കൽ പഞ്ചമി. അവൾ വിതുമ്പി പൊട്ടാൻ വെമ്പി നിൽക്കുകയായിരുന്നു. പഞ്ചമിയുടെ നോട്ടം കേശുവിലായിരുന്നു. അയാളുടെ കണ്ണുകൾക്ക് മുന്നിൽ കാദംബരിയായിരുന്നു. റോസ് ഗാർഡനിലെ മാവിൻ കൊമ്പത്ത് തൂങ്ങിയാടുന്ന കാദംബരി. പഞ്ചമിക്ക് സ്ഥലകാല ബോധം പോലും നഷ്ടമായി. റോസ് ഗാർഡനിലുള്ളവരോടെല്ലാം പകയുമായി നടക്കുന്ന അച്ഛൻ മുറിക്കുള്ളിൽ കിടപ്പുണ്ട്. എഴുന്നേറ്റ് വരാന്തയിലേക്ക് വന്നാൽ ഫ്രെഡിയെ കാണും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് തനിക്ക് പോലും നിശ്ചയില്ല. ആരോഗ്യം ക്ഷയിച്ചുവെങ്കിലും റോസ് ഗാർഡനിലുള്ള ആരെ കണ്ടാലും അച്ഛൻ എന്തിനും തയ്യാറായെന്ന് വരും. ഈ വീട്ടുമുറ്റത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഒരു തണൽ മരമാണ്. കൊലമരം ശ്രീധരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തന്റെ കൊച്ചു സായിപ്പ് മനസ്സ് വെക്കണം. തന്റെ എല്ലാ പ്രതീക്ഷയും ഈ മനുഷ്യനിലാണ്. ഫ്രെഡി മുറ്റത്ത് നിൽക്കുകയാണ്. തന്നെ പേരെടുത്ത് വിളിച്ചാൽ അച്ഛൻ കേൾക്കും. എന്ത് പറയണമെന്നറിയാതെ പഞ്ചമി വിഷമിച്ചു. ചെറിയമ്മയും സീതമ്മയും വീട്ടിലില്ലെന്നുള്ള ഒറ്റ സമാധാനമേ ഉള്ളൂ. ഏത് നിമിഷവും കൊലമരം ശ്രീധരനും കടന്നു വരാം. ശ്രീധരൻ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അയാൾ വരാൻ വൈകുന്നതിന്റെ ദേഷ്യവും ചെറിയമ്മ തീർക്കുന്നത് തന്നോടാണ്. താൻ അയാളോട് സ്നേഹത്തോടെ പെരുമാറാത്തത് കൊണ്ടാണ് ശ്രീധരൻ വരാത്തതെന്നാണ് ചെറിയമ്മ വിശ്വസിക്കുന്നത്. ഏതോ വലിയ മോഷണം നടത്താനാണ് അയാൾ പോയിരിക്കുന്നത്. അയാളെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ എന്ന് പോലും പഞ്ചമി പ്രാർത്ഥിച്ചു. ശ്രീധരൻ വന്നാലുള്ള സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചാണ് ചെറിയമ്മയുടെ ചിന്ത. താൻ കാരണം അത് നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞാൽ ചെറിയമ്മ സഹിക്കില്ല. പഞ്ചമി, ഫ്രെഡി ശബ്ദം താഴ്ത്തി വിളിച്ചു. പഞ്ചമി ഞെട്ടിയുണർന്നു. അവൾ വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് ഓടി. അച്ഛൻ കണ്ണടച്ച് കിടക്കുകയാണ്. ഫ്രെഡി വിളിച്ചത് അച്ഛൻ കേട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അവൾക്ക് ആശ്വാസമായി. പഞ്ചമി ഇടറുന്ന കാലടികളോടെ തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഫ്രെഡിയുടെ കണ്ണുകളിൽ സൂര്യോദയം, പഞ്ചമിയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അവർ നിമിഷങ്ങളോളം പരസ്പരം നോക്കി നിന്നു. 4-5 ദിവസങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. പഞ്ചവർണ്ണക്കിളി. നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ ഫ്രെഡി ശബ്ദിച്ചു. പഞ്ചമിയുടെ ഉള്ളിൽ നിറയെ ഭീതിയായിരുന്നു. ഇപ്പോൾ കൊലമരം ശ്രീധരൻ കടന്നു വന്നാൽ അച്ഛൻ ഫ്രെഡിയെ കണ്ടാൽ? പക്ഷേ ഫ്രെഡിയെ തനിക്ക് മറക്കാനാവില്ല. ഈ ജന്മത്തതിന് കഴിയുമെന്നും തോന്നില്ല. അത്രയ്ക്ക് താൻ ഫ്രെഡിയെ സ്നേഹിച്ചു പോയി. ഈ രൂപം മനസ്സിൽ നിന്ന് മായണമെങ്കിൽ താൻ മരിക്കണം. റോസ് ഗാർഡനെ കുറിച്ചുള്ള അച്ഛന്റെ പക അവളുടെ സ്നേഹത്തിന് വിലങ്ങുതടിയായില്ല. പഞ്ചവർണ്ണക്കിളി. വീണ്ടും ഫ്രെഡിയുടെ പ്രേമാർദ്രമായ സ്വരം. അവൾ കൈവിരലുകൾ സ്വന്തം ചുണ്ടിൽ അമർത്തിപ്പിടിച്ച് അരുതേ എന്ന് വിലക്കി. പിന്നെ ഒരു മന്ത്രണം പോലെ പറഞ്ഞു, അച്ഛൻ അകത്തുണ്ട്. അച്ഛൻ ഇത് കണ്ടാൽ എന്നെ കൊന്നുകളയും. കൊച്ചു സായിപ്പ് പൊയ്ക്കോളൂ. ഇല്ല, ഞാൻ പോവില്ല. ഈ മുഖം കൊതി തീരെ കാണാതെ ഞാൻ പോവില്ല. അവന്റെ ശബ്ദം വിറച്ചു. എനിക്ക് പേടിയാവുന്നു. ശ്രീധരേട്ടൻ വന്നാലും ആകെ കുഴപ്പമാവും. അവൾ വല്ലാതെ ഭയപ്പെട്ടു. അപ്പൂനോട് പറഞ്ഞു വിട്ടിട്ടും പഞ്ചമി വരാതിരുന്നത് കൊണ്ടാ ഞാൻ വന്നത്. ഇനിയും എന്റെ പഞ്ചവർണ്ണക്കിളിയെ കാണാതിരുന്നാൽ നെഞ്ചു പൊട്ടി മരിച്ചു പോകുമെന്ന് തോന്നി. അതുകൊണ്ടാ വന്നത്. അവന്റെ സ്വരമിടറി. പഞ്ചമി അവനെ ഉറ്റുനോക്കി. ആ വാക്കുകൾ ഫ്രെഡിയുടെ ഹൃദയത്തിൽ നിന്നുമാണ് ചിതറി വീണതെന്ന് അവൾക്ക് തോന്നി. ആ സ്നേഹത്തിന് മുന്നിൽ അവൾ മറ്റെല്ലാം മറന്നു. ജീവിതാന്ത്യം വരെ ആ സ്നേഹം കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു. കാദംബരിയുടെ മകൾക്ക് സ്വപ്നം കാണാവുന്നതിലപ്പുറമാണ് ഈ സ്നേഹം. ഇന്ന് വൈകുന്നേരം ഭഗവതിക്കാവിൽ വരുമോ? എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. നീണ്ട മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു. അവൾ മെല്ലെ തലയിളക്കി. എന്നെ പറ്റിക്കരുത്, ഞാൻ കാത്തിരിക്കും. നേരത്തെ വരണം. അത്രയും നേരം കൂടി എനിക്കെന്റെ പഞ്ചവർണ്ണക്കിളിയെ കാണാമല്ലോ. അവൾ വീണ്ടും തല ചലിപ്പിച്ചു. ഞാൻ പൊയ്ക്കോട്ടെ? അവൻ അനുമതി ചോദിച്ചു. പിന്നെ 1-2 ചുവട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു. അവൾ ഫ്രെഡിയിൽ നിന്ന് കണ്ണുകൾ പറിച്ചെടുക്കാനാവാതെ നിൽക്കുകയായിരുന്നു. ഇനി ആരെയും പേടിക്കണ്ട. എന്നും എപ്പോഴും ഞാൻ കൂട്ടിനുണ്ടാവും, മരണം വരെ. ഫ്രെഡി നടന്നു. സന്തോഷാധിക്യത്താൽ പഞ്ചമിയുടെ കണ്ണ് നിറഞ്ഞു. പ്രക്ഷുബ്ധമായ മനസ്സിലേക്ക് ഒരു കുളിർ കാറ്റ് വീശിയടിച്ചതുപോലെ കൊലമരം ശ്രീധരനെയും ചെറിയമ്മയും ഒക്കെ ആ നിമിഷം അവൾ വിസ്മരിച്ചു.
അവളുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള ലോകത്ത് അവളും ഫ്രെഡിയും മാത്രമായിരുന്നു. ഇടവഴിയുടെ അങ്ങേ തലയ്ക്കൽ ഫ്രെഡ് നടന്നു മറഞ്ഞു. മോളെ പഞ്ചമി! അച്ഛന്റെ ശബ്ദം കേട്ട് സ്വപ്നത്തിൽ നിന്നോണം പിടഞ്ഞുണർന്നു അവൾ. ആരാ മോളെ വന്നത്? കേശു വിളിച്ചു ചോദിച്ചു. ആരുമില്ലച്ചാ. പഞ്ചമി വേഗം അടുക്കളയിലേക്ക് പോയി. അവളുടെ മനസ്സ് മുഴുവൻ ഫ്രെഡിയായിരുന്നു, തന്റെ കൊച്ചു സായിപ്പ്. സമയം ഇഴഞ്ഞു നീങ്ങുകയാണ്. അവളുടെ നെഞ്ചിടിപ്പിന് വേഗതയേറി. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായി. കൊലമരം ശ്രീധരൻ വരരുതേ എന്നു മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന. അയാൾ വന്നാൽ ഫ്രെഡിയെ കാണാൻ തനിക്കാവില്ല. താൻ പുറത്തേക്കിറങ്ങിയാൽ അയാളും കൂടെ വന്നു നിൽക്കും. വേഗം ഭഗവതിക്കാവിന്റെ അടുത്ത് ചെല്ലാൻ റോസ് ഗാർഡനിലെ സാറ് പറഞ്ഞിട്ടുണ്ട്. സാറ് അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പു പറഞ്ഞു. അവൻ പഞ്ചമിയോട് അടുക്കാൻ പറഞ്ഞു. അപ്പു, നീ ഇത് ആരോടും പറയല്ലേ? പഞ്ചമി ഒരുങ്ങി അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, അവൾ മെല്ലെ വിളിച്ചു. കേശു അർദ്ധമയക്കത്തിൽ നിന്ന് ഉണർന്നു. ഞാൻ ദാക്ഷായണി ചേച്ചിയുടെ വീട് വരെ പൊയ്ക്കോട്ടെ? അവൾ ഒരു കളവ് പറഞ്ഞു. കേശു സമ്മതത്തിൽ തലയിളക്കി. അമ്പലത്തിലൊന്ന് കയറിയിട്ടേ വരൂ. അതിനും അയാൾ തലയിളക്കി. പഞ്ചമി വേഗം പുറത്തു കടന്നു. സീതമ്മ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഭഗവതിക്കാവിലെത്തണം. അതല്ലെങ്കിൽ കുത്തി കുത്തിയുള്ള അവളുടെ ചോദ്യത്തെ നേരിടണം. ചെറിയമ്മ പണി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് വീട്ടിലെത്തുകയും വേണം. പഞ്ചമി വേഗം നടന്നു. അവൾ ഭഗവതിക്കാവിന് മുന്നിലെത്തുമ്പോൾ ഫ്രെഡി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ പിടയ്ക്കുന്ന ഹൃദയത്തോടെ അവന്റെ മുന്നിൽ നിന്നു. ഫ്രെഡി ആദ്യം കാണുന്നത് പോലെ അവളെ നോക്കി നിന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. ചെറിയമ്മ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ ചെല്ലണം, അതല്ലെങ്കിൽ ചെറിയമ്മ വഴക്ക് പറയും. അവൾ പതിയെ പറഞ്ഞു. വഴക്ക് മാത്രമല്ല, തല്ലുകയും ചെയ്യും അല്ലേ? അവൻ ചോദിച്ചു. അവൾ തല ചലിപ്പിച്ചു. അന്ന് ഞാൻ കാരണം ഒത്തിരി തല്ലുകൊണ്ടു അല്ലേ? അവൾ മൗനം പൂണ്ടു. ഇനി ഞാൻ കാരണം എന്റെ പഞ്ചവർണ്ണക്കിളി ആരുടെയും തല്ലുകൊള്ളില്ല. ഇനി ആരേലും എന്റെ പഞ്ചവർണ്ണക്കിളിയെ കരയിച്ചാൽ ഞാനത് നോക്കിയിരിക്കില്ല. തല്ലുന്ന കൈ ഞാൻ വെട്ടിക്കളയും. അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവളിൽ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായി. വരൂ, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ഇവിടെ നിന്നാൽ ആരേലും കാണും. ഫ്രെഡി മുമ്പേ നടന്നു. പിടയ്ക്കുന്ന ഹൃദയത്തോടെ പിന്നാലെ പഞ്ചമിയും. ഭഗവതിക്കാവിന് പിന്നിലുള്ള കുന്നിൻ ചെരുവിൽ നിൽക്കുമ്പോൾ താനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ഫ്രെഡിക്ക് തോന്നി. പഞ്ചവർണ്ണ കിളിയോടൊപ്പം ഈ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും പറന്നുയരാൻ അവൻ മോഹിച്ചു. നിമിഷങ്ങൾ അടർന്നു വീഴുകയാണ്. പഞ്ചമി ഭീതിയോടെ ചുറ്റും കണ്ണോടിച്ചു. എന്താ, പേടിയാ? അവളുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് ഫ്രെഡി ചോദിച്ചു. അവൾ മുഖം മെല്ലെ വെട്ടിച്ചു. ഞാനല്ലേ കൂടെ ഉള്ളത്, പിന്നെന്തിനാ എന്റെ പഞ്ചവർണ്ണക്കിളി പേടിക്കുന്നത്? അവൻ മെല്ലെ ചിരിച്ചു. വീണ്ടും 1-2 നിമിഷം മൂഖമായി കടന്നുപോയി. ശ്രീധരേട്ടൻ വരുമെന്നാ എന്റെ പേടി. പഞ്ചമി ഭയപ്പാടോടെ ചുറ്റും കണ്ണോടിച്ചു. ആരാ ഈ ശ്രീധരൻ? പഞ്ചമിയുടെ ചെറിയമ്മ പറഞ്ഞത് ശ്രീധരനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചെന്നാ. അവർ പറഞ്ഞത് സത്യമാണോ? ഫ്രെഡി ചോദിച്ചു. അയാൾ വൃത്തികെട്ടവനാ. 3-4 ഭാര്യമാര് വേറെ അയാൾക്കുണ്ട്. ഇത്ര നാളും ജയിലിലായിരുന്നു. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. മോഷ്ടിച്ച് കിട്ടുന്ന രൂപയൊക്കെ കൊടുത്ത് ചെറിയമ്മയെ വശത്താക്കിയിരിക്കുക അയാള്. എന്നെ അയാൾക്ക് കൊടുത്താൽ കിട്ടുന്ന ലാഭത്തിലാ ചെറിയമ്മയുടെ കണ്ണ്. അച്ഛന് വയ്യാതായപ്പം മുതല് ചെറിയമ്മയുടെ ഭരണമാണ് വീട്ടില്. ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ചെറിയമ്മ അയാളും കൂടി എന്നെ കൊല്ലാനും മടിക്കില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീണ്ടും പഞ്ചമിയിൽ നിന്ന് വാക്കുകൾ ഉടഞ്ഞു വീണു. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. അച്ഛനുണ്ടെന്ന് പറയാനേ കഴിയൂ. ശരിക്കും ആരുമില്ലാത്ത പോലെ ഞാൻ ജീവിക്കുന്നത്. തീർത്തും അനാഥയെ പോലെ. പറഞ്ഞു വന്നപ്പോൾ അവൾ തേങ്ങിപ്പോയി. ഫ്രെഡിക്ക് വല്ലാത്ത സങ്കടമായി. ഹൃദയം നുറുങ്ങുന്നത് പോലെ അസഹ്യമായ വേദനയാൽ അവൻ പിടഞ്ഞു. തന്റെ പഞ്ചവർണ്ണക്കിളിയുടെ മിഴികളിൽ നിന്ന് തൂവിയിറങ്ങുന്നത് ഹൃദയ രക്തമാണെന്ന് ഫ്രെഡിക്ക് തോന്നി. പഞ്ചമി! ഒടുവിൽ എപ്പോഴോ ഫ്രെഡി വിളിച്ചു. അവൾ മെല്ലെ മുഖമുയർത്തി. ഫ്രെഡി സ്വന്തം കൈകളാൽ അവളുടെ കണ്ണുനീർ മുത്തുകൾ ഒപ്പിയെടുത്തു. അവൾ എതിർത്തില്ല. എന്റെ പഞ്ചവർണ്ണക്കിളി അനാഥയല്ല. നിനക്ക് ഞാനുണ്ട്. ഈ ഫ്രെഡി, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഫ്രെഡി അവളെ കരവലയത്തിൽ ഒതുക്കി. പിന്നെ ആ മൂർധാവിൽ അമർത്തി ചുംബിച്ചു. അനുസരണയുള്ള ഒരു മുയൽക്കുഞ്ഞിനെ പോലെ അവൾ അവന്റെ മാറിലേക്ക് ചാഞ്ഞു. ഹൃദയം വല്ലാതെ തുടി കൊട്ടുകയായിരുന്നു. ഈ സ്നേഹം എന്നും നിലനിൽക്കണമേ എന്ന് അവൾ മൗനമായി പ്രാർത്ഥിച്ചു. തന്റെ കൊച്ചു സായിപ്പ് എന്നും തനിക്ക് തുണയാകുമെന്ന് അവൾ വിശ്വസിച്ചു. പഞ്ചമി, എന്നെ നിനക്ക് വിശ്വാസമാണോ? അവൻ
ഇരു കരതലങ്ങളാലും പഞ്ചമിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. വിശ്വാസ, 1000 പ്രാവശ്യം വിശ്വാസ, അവൾ മന്ത്രിച്ചു. എനിക്ക് വേണ്ടി നീ കാത്തിരിക്കില്ലേ? വീണ്ടും ഫ്രെഡിയുടെ ചോദ്യം. കാത്തിരിക്കും, മന്വന്തരങ്ങളോളം കാത്തിരിക്കും. അതിന് കഴിയാതെ വന്നാൽ ഈ പഞ്ചമി ജീവനോടെ പിന്നുണ്ടാവില്ല, സത്യം. അവളുടെ ഇടറിയ സ്വരം. അങ്ങനെയൊന്നും പറയരുതേ ഫ്രെഡി. അവളുടെ വായു പൊത്തി. എല്ലാം മറന്നെന്ന് പൊട്ടിക്കരയാൻ പഞ്ചമി ആശിച്ചുപോയി. ഈ സ്നേഹത്തിന് താൻ അർഹയാണോ? റോസ് ഗാർഡനിലെ വെറും ഒരു വീട്ടുവേലക്കാരിയായിരുന്ന കാദംബരിയുടെ മകൾക്ക് നവവധുവായി ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാനാവുമോ? അതോ അമ്മയെ പോലെ റോസ് ഗാർഡനിലെ തൊടിയിലെ മാവിൻ കൊമ്പത്തൊരു നാൾ? അവളിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. പഞ്ചമി ഫ്രെഡിയുടെ മാറിൽ മുഖം പൂഴ്ത്തി വിങ്ങി വിങ്ങി കരഞ്ഞു, നിർത്തലില്ലാതെ. എന്താ എന്താ പഞ്ചമി? ഫ്രെഡി പരിഭ്രമിച്ചു. എന്റെ അമ്മയെപ്പോലെ റോസ് ഗാർഡന്റെ തൊടിയിലെ മാവിൻ കൊമ്പത്ത്. അവളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിയിരുന്നോണം ഫ്രെഡി ശബ്ദിച്ചു. അരുതാത്തതൊന്നും പറയണ്ട. അങ്ങനെ സംഭവിച്ചാൽ ഒരു കയറിൽ 2 ശവങ്ങളുണ്ടാവും. ജീവിക്കുന്നെങ്കിൽ നാം ഒന്നിച്ചാവും, മരിക്കുന്നെങ്കിലും നമ്മൾ ഒന്നിച്ചേ മരിക്കൂ. അവന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. പഞ്ചമി അപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല. പഞ്ചമി ചേച്ചി, ദാ കൊലമരം ശ്രീധരൻ എത്തിയിട്ടുണ്ട്. അപ്പു ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിയെത്തി. ഫ്രെഡിയിൽ നിന്ന് പഞ്ചമി പിടിവിട്ടു. അപ്പു അവർക്കടുത്തെത്തി. ചേച്ചിയെ വീട്ടിൽ കാണാഞ്ഞിട്ട് കൊലമരം ശ്രീധരൻ ചേച്ചിയെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി എന്തിയെന്ന് എന്നോടും വിളിച്ചു ചോദിച്ചു. അപ്പുവിന്റെ വാക്കുകൾ പഞ്ചമി കേട്ടില്ല. അവൾ ഒരു തളർച്ചയിൽ നിന്നു നിമിഷങ്ങളോളം. പഞ്ചമി നിമിഷങ്ങളോളം മരവിച്ചു നിന്നുപോയി. വീണ്ടും കൊലമരം ശ്രീധരൻ എത്തിയിരിക്കുന്നു. ആ സത്യത്തിന് മുന്നിൽ ഹൃത്സ്പന്ദനം പോലും നിലച്ചതുപോലെയായി. കൊലമരം ശ്രീധരനിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ളത്. ആ ഭാഗ്യം എന്നും തന്നെ തുണയ്ക്കണമെന്നില്ല. ഭയവിഹുലതയോടുള്ള അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ഫ്രെഡിക്ക് സങ്കടം തോന്നി. ആരോരുമില്ലാത്തൊരു പെണ്ണിന്റെ മനസ്സറിഞ്ഞവനെ പോലെ ഫ്രെഡി മെല്ലെ വിളിച്ചു, പഞ്ചമി. അവൾ ആ ശബ്ദം കേട്ടില്ല. അവളുടെ മനസ്സ് മുഴുവൻ മറ്റെവിടെയോ ആയിരുന്നു. കൊലമരം ശ്രീധരൻ ഈ നിമിഷം ഇവിടേക്ക് വന്നാൽ? അവളുടെ ചുമലിൽ നനുത്ത സ്പർശനമേറ്റതും ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്ന പഞ്ചമി മെല്ലെ ഫ്രെഡിയെ നോക്കി. അവളുടെ ആ കണ്ണുകൾ നിറഞ്ഞു തൂവുകയായിരുന്നു. ഫ്രെഡി അവളുടെ കണ്ണുകൾ തുടച്ചു. കരയരുത്. ഈ കണ്ണുകൾ നിറയുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഈ ജന്മം നമുക്കായി തന്നത് കരഞ്ഞു തീർക്കാനല്ല. അവന്റെ മൃദുസ്വരം. ഇനി ശ്രീധരേട്ടൻ തിരിച്ചു പോകുന്നത് വരെ എനിക്ക് കരയാനേ കഴിയൂ. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നും എനിക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. അങ്ങനെ എന്തേലും സംഭവിച്ചാൽ എന്റെ അമ്മയുടെ ലോകത്തേക്ക് ഞാനും. അവളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി എന്നോണം ഫ്രെഡി ശബ്ദിച്ചു. അരുത്, അങ്ങനെയൊന്നും പറയരുത്. എന്നും എന്റെ പഞ്ചവർണ്ണക്കിളിക്ക് കൂട്ടായി ഞാനുണ്ടാവും. ജീവിതത്തിലും മരണത്തിലും നമ്മൾ ഒന്നിച്ചാവും. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കുളിർമഴയായി. നിമിഷങ്ങൾ അടർന്നു വീഴവേ വീണ്ടും ഫ്രെഡിയുടെ വാക്കുകൾ. ധൈര്യമായി വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഞാൻ ജീവനോടുണ്ടെങ്കിൽ കൊലമരം ശ്രീധരനെന്നല്ല, ആർക്കും എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യാനാവില്ല. ചെല്ല്. അവൾ ഒരിക്കൽ കൂടി അവനെ നോക്കി. ഫ്രെഡി നൽകിയ ധൈര്യം അവൾക്ക് തുണയായി. പഞ്ചമി മെല്ലെ നടക്കാൻ തുടങ്ങിയതും ഒരു നടുക്കത്തിൽ നിശ്ചല നിന്നുപോയി. നെഞ്ചിടം പൊട്ടിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഫ്രെഡിയും ആ കാഴ്ച കണ്ടു. ദൂരെ നിന്നും നടന്നു വരികയാണ് കൊലമരം ശ്രീധരൻ. അവന്റെ ചുവന്ന കണ്ണുകൾ പഞ്ചമിയിലും ഫ്രെഡിയിലും തറഞ്ഞു നിൽക്കുകയാണ്. പഞ്ചമി എന്തിനാ പേടിക്കുന്നത്? പൊയ്ക്കോളൂ, ഫ്രെഡി ശബ്ദം താഴ്ത്തി പറഞ്ഞു. കൊലമരം ശ്രീധരൻ അടുത്തെത്തിയതും പഞ്ചമി എതിർദിശയിലൂടെ പിന്തിരിഞ്ഞോടി. ശ്രീധരൻ ഫ്രെഡിയുടെ മുന്നിൽ മഹാമേരുവായി നിന്നു. തന്റെ ശത്രുവിനെ ആദ്യം കാണുന്നത് പോലെ അയാൾ ഫ്രെഡിയെ തുറച്ചു നോക്കി. ഫ്രെഡി അത് ശ്രദ്ധിക്കാതെ നടന്നു. കള്ള സായിപ്പേ, അവിടൊന്ന് നിന്നേ. പാറപ്പുറത്ത് ഉരസുന്ന പോലെയുള്ള കൊലമരം ശ്രീധരന്റെ ശബ്ദം കേട്ട് അവൻ നിന്നു. അയാൾ ഫ്രെഡിയുടെ അടുത്തേക്ക് വന്നു. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികളെ നശിപ്പിച്ചേ അടങ്ങൂന്ന് റോസ് ഗാർഡനിലുള്ളവർക്ക് അത്രയ്ക്ക് നിർബന്ധമാണോ? അതോ കൊലമരം ശ്രീധരന്റെ കൈകൊണ്ട് ചാകണമെന്ന് വാശിയാണോ? ഫ്രെഡി ശബ്ദമില്ലാതെ ചിരിച്ചു. എന്താടാ കിളിക്കുന്നത്? തന്റെ തമാശ കേട്ട് ചിരിച്ചു പോയതാ. ഫ്രെഡി വീണ്ടും ചിരിച്ചു. നിർത്തടാ ചേറ്റെ, ശ്രീധരൻ അലറി. അവൾ എന്റെ പെണ്ണാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. അവളെ പിഴപ്പിക്കാനും നിന്റെ ഭാവമെങ്കിൽ കൊല്ലും ഞാൻ. കൊല്ലും കൊലയും ഒക്കെ തന്റെ സ്വത്ത് പോലെയാണല്ലോ സംസാരം. ജീവിതത്തോട് കൊതിയില്ലാത്ത ആർക്കും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രെഡി ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു. ആട്ടെ,
പഞ്ചമിയെ നിന്റെ എത്രാമത്തെ ഭാര്യയാക്കാനാ തീരുമാനം? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അല്ല, വെറുതെ ചോദിച്ചൂന്നേ ഉള്ളൂ. ആ പെണ്ണിനെ കണ്ടിട്ട് തന്നെ പോലൊരു കാട്ടുകളന്റെ ഭാര്യയാകുമെന്ന് തോന്നുന്നില്ല. എന്തു പറഞ്ഞടാ? കൊലമരം ശ്രീധരൻ കോപത്തോടെ ഫ്രെഡിയുടെ നേരെ കൈ ഉയർത്തി. അവൾ എന്റെ എത്രാമത്തെ ഭാര്യയാണെങ്കിലും ഞാൻ തന്നെ കെട്ടുമടാ. അവളെ മോഹിക്കുന്ന ഒരു തെണ്ടിയും ജീവനോടെ വെച്ചേക്കില്ല. കൊലമരം ശ്രീധരനാ പറയുന്നത്. ഫ്രെഡി ആ കയ്യിൽ ശക്തിയിൽ പിടിച്ചു. വേണ്ടാശാനെ, ഈ മിടുക്കൊക്കെ നാലാംകട ചട്ടമ്പികളുടെ അടുത്ത് മതി. എന്റെ അടുത്ത് വേണ്ട. ഇതും ഇതിലപ്പുറവും അമേരിക്കയിൽ കണ്ടവനാ ഞാൻ, ഫ്രെഡി പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ കൊലമരം ശ്രീധരന്റെ കയ്യിലെ പിടിവിട്ട് ഫ്രെഡി നടന്നു. നീ ചെവിയിൽ നുള്ളിക്കോടാ. കൊലമരം ശ്രീധരനോട് കളിച്ചിട്ടവളനൊന്നും ആയുസെത്തി മരിച്ചിട്ടില്ല. കൊലമരം ശ്രീധരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് കലിയോടെ തിരിഞ്ഞു നടന്നു. അയാൾ വല്ലാത്ത പകയോടെയാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. ഏതു നിമിഷവും ശ്രീധരന്റെ വരവും കാത്ത് വീടിനുള്ളിൽ ഭയത്തോടെ നിൽക്കുകയായിരുന്നു പഞ്ചമി. അയാൾ ഫ്രെഡിയുമായി വഴക്കുണ്ടായി കാണുമോ എന്നവൾ ഭയന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ശ്രീധരൻ. തന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ഹീനകൃത്യം ചെയ്യാനും അയാൾക്ക് മടിയുണ്ടാവില്ല. പഞ്ചമി, എടി പഞ്ചമി. അകത്തെ മുറിയിലേക്ക് കയറിയതും കൊലമരം ശ്രീധരൻ ഉറക്കെ വിളിച്ചു. ശ്വാസം അടക്കി നിൽക്കുകയായിരുന്നു പഞ്ചമി. അയാളുടെ ശബ്ദം കേട്ടതും അവൾ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. ശ്രീധരൻ മുറിക്കുള്ളിലേക്ക് പാഞ്ഞെടുത്തു. പറയടി നായിന്റെ മോളെ, അവൻ നിന്റെ ആരാ? പഞ്ചമിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചയാൾ അലറി. പഞ്ചമി അസഹ്യമായ വേദനയാൽ പിടഞ്ഞു. പറയടി, റോസ് ഗാർഡനിലെ ആ പീറച്ചെറുക്കനുമായിട്ട് നിനക്കെന്താ ബന്ധം? പറയാൻ. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ ഗർജിച്ചു. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? അസഹ്യമായ വേദനയ്ക്കിടയിലും അവൾ ചോദിച്ചു. ഞാൻ ആരാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേടി പട്ടിച്ചി? തലമുടിക്കുത്തിൽ നിന്ന് പിടിവിടാതെ കൊലമരം ശ്രീധരൻ മുരണ്ടു. മനസ്സിലാക്കി തരാമടി ഞാൻ. അവളുടെ തലമുടിക്കുത്തിലെ പിടിവിട്ട് അയാൾ തിരിഞ്ഞ് ബാഗിൽ നിന്ന് ഒരു സ്വർണമാല എടുത്ത് അവൾക്ക് നേരെ പിടിച്ചു. ഇത് നിന്റെ കഴുത്തിൽ കെട്ടാനുള്ള താലിമാലയാ. ഇനി മനസ്സിലായോടി ഞാൻ നിന്റെ ആരാണെന്ന്? അതല്ലേ ദേവു അക്കം വരുമ്പോ ചോദിക്കടി, നിന്റെ ആരാ ശ്രീധരനെന്ന്? ഫ്രെഡി നൽകിയ ധൈര്യത്തിൽ അവൾ അയാളെ വെറുപ്പോടെ നോക്കി. ഞാൻ മടങ്ങി പോകുന്നതിന് മുമ്പ് നമ്മുടെ കല്യാണം നടന്നിരിക്കും. ഇനി മുതൽ കണ്ടവനോടൊക്കെ ശൃംഗരിക്കാൻ നടന്നാലുണ്ടല്ലോ, രണ്ടിനെയും ഞാൻ തുണ്ടം തുണ്ടമാക്കും. കൊലമരം ശ്രീധരൻ മോഹിച്ചത് ആരും തട്ടിയെടുക്കില്ലടി, കൊന്നോളൂ. എന്നാലും നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവന്റെ ഭാര്യയായി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. പഞ്ചമി ദേഷ്യത്താലും സങ്കടത്താലും വിളിച്ചു പറഞ്ഞു. വാതിൽക്കലോളം എത്തിയ കൊലമരം ശ്രീധരൻ തിരിഞ്ഞു നിന്നു. എന്തു പറഞ്ഞടി കഴിവരുടെ മോളെ, നീ എന്റെ ഭാര്യയാകത്തില്ലെന്നോ? അയാൾ അവൾക്ക് നേരെ ചീറി. അതെ, ഒരു കള്ളന്റെ ഭാര്യയാകാൻ എനിക്ക് മനസ്സില്ലെന്ന്. പറഞ്ഞു തീർന്നതും ശ്രീധരന്റെ കരം പഞ്ചമിയുടെ കവിളിൽ ശക്തിയോടെ പതിച്ചു. കണ്ണുകളിൽ അന്ധകാരം പടരുന്നത് പോലെ അവൾക്ക് തോന്നി. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാമടി കോടിച്ചിപ്പട്ടി. അതുകൊണ്ട് തന്നെയാ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പോടെ ഞാൻ വന്നത്. കൊലമരം ശ്രീധരന്റെ കണ്ണിന് ഇഷ്ടപ്പെട്ട ഒന്നും സ്വന്തമാക്കാതെ പോയിട്ടില്ലടി. നിന്നെ ഞാൻ സ്വന്തമാക്കിയിട്ടേ പോകും. അയാൾ ഒരു വെല്ലുവിളി പറഞ്ഞിട്ടു നടന്നു. എല്ലാം കേട്ടുകൊണ്ട് തിണ്ണയിലെ കട്ടിലിൽ കിടക്കുകയായിരുന്ന കേശുവിന്റെ കുഴിഞ്ഞ കണ്ണുകൾ നിറഞ്ഞു. തന്റെ മകളെ ഏതോ ഒരുത്തൻ തല്ലിയിരിക്കുന്നു. നെഞ്ചു പൊടിയുന്നത് പോലെ കേശുവിന് തോന്നി. തിണ്ണയിലേക്ക് ഇറങ്ങി വന്ന ശ്രീധരനെ കേശു ദയനീയമായി നോക്കി. ശ്രീധര, എന്റെ മകളെ നീ തല്ലി അല്ലേ? വർദ്ധിച്ച സങ്കടത്തോടെ കേശു ചോദിച്ചു. തല്ലുക മാത്രമല്ല, വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും. ഈ ശ്രീധരൻ ജീവിച്ചിരിക്കുമ്പോ അവൾ വേറൊരുത്തന്റെ ഭാര്യയാകില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അയാൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അകമുറിയിൽ നിന്നും പഞ്ചമിയുടെ കരച്ചിൽ കേട്ടതും കേശു കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. പിന്നെ ആയാസപ്പെട്ട് അകത്തേക്ക് ചെന്നു. കേശുവിനെ കണ്ടതും പഞ്ചമിയുടെ ദുഃഖം അണ പൊട്ടി ഒഴുകി. കരയരുത് മോളെ, നീ കരഞ്ഞാൽ ഈ അച്ഛൻ നെഞ്ചു പൊട്ടിച്ചാകും മോളെ. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കവിളിൽ തിണർത്തു കിടക്കുന്ന കരുവാളിപ്പിൽ അയാൾ മൃദുവായി തലോടി. എന്റെ മോളെ അവൻ തല്ലിയല്ലേ? ഈ അച്ഛന് ഒന്ന് എതിർക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. അയാൾ സങ്കടപ്പെട്ടു. തല്ലിക്കോട്ടച്ഛാ, തല്ലിക്കൊന്നോട്ടെ. എന്നാലും ഞാൻ ആ ആഫാസന്റെ കൂടെ ജീവിക്കില്ല. അയാൾ താലിമാലയും വാങ്ങിച്ചോണ്ടാ വന്നിരിക്കുന്നത്. അച്ഛൻ ചെറിയമ്മയോട് പറ ഈ കല്യാണത്തിന് സമ്മതിക്കരുതെന്ന്. അങ്ങനെ വന്നാൽ ഞാൻ മരിക്കും, സത്യം. അവൾ
കേശുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു, നിർത്തലില്ലാതെ. എന്തോന്നാ അച്ഛനും മോളും കൂടെ ഒരു ഗൂഢാലോചന? എന്നെ എന്റെ മോളെ ഇറക്കി വിടാനുള്ള വഴിവല്ലോ ആലോചിക്കുകയാണോ? ദേവൂട്ടിയുടെ ശബ്ദം കേട്ട് കേശു പഞ്ചമിയിൽ നിന്ന് പിടിവിട്ടു. ദേവൂട്ടി, എന്റെ മോളെ തല്ലാൻ അവൻ ആരാ അധികാരം കൊടുത്തത്? ഇവൾ എന്ത് തെറ്റിയതിട്ടാ അവൻ തല്ലിയത്? കേശു ദേഷ്യത്തോടെ ചോദിച്ചു. ശ്രീധരന്റെ പെണ്ണാ ഇവള്. അവൻ വന്നിരിക്കുന്നത് കല്യാണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടാ. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞ് അവനെ പിണക്കിയാലുണ്ടല്ലോ, അവൻ അവന്റെ പാട്ടിന് പോകും. പെണ്ണിവിടെ മൂത്തു നരച്ചു നിൽക്കും, പറഞ്ഞേക്കാം. ദേവൂട്ടി ക്രുദ്ധയായി. പോകട്ടടി, അവൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. ഇത് എന്റെ വീടാ. ഇന്ന് തന്നെ പറഞ്ഞു വിടണം. ഒരു കള്ളന് കയറി കിടക്കാനുള്ളതല്ല എന്റെ വീട്. കേശു കോപതാപങ്ങളാൽ ജ്വലിച്ചു. എന്റെ മകളെ ഒരു കള്ളന് കെട്ടിച്ചു വിടാനുള്ളതല്ലടി. ഹോ! ദേവൂട്ടി കാറി തുപ്പി. അവൻ കൊണ്ടുവരുന്നത് മൂക്കുമുട്ടെ തന്തയും മോളും കൂടെ വെട്ടി വിഴുങ്ങിയപ്പോ ശ്രീധരൻ കള്ളനല്ലായിരുന്നു. ശ്രീധരനല്ലാതെ പിന്നെ ആരാ നിങ്ങളുടെ പുന്നാരമോളെ കെട്ടാൻ വരുന്നത്? റോസ് ഗാർഡനിലെ ചാച്ചി മുത്തശ്ശിയുടെ ചെറുമകനോ? റോസ് ഗാർഡൻ എന്ന പേര് കേട്ടതും കേശുവിന്റെ നാവടങ്ങി. ദേവൂട്ടി പല്ലെറിമി. മകളുടെ സ്വഭാവ ഗുണം എന്നെ കൊണ്ട് പറയിക്കരുത് കേട്ടോ. റോസ് ഗാർഡനിലെ ആ ചെക്കനുമായിട്ട് ഇന്നും കുഴഞ്ഞാടിയിട്ട് വന്നിരിക്കുക ഈ മൂദേവി. ശ്രീധരൻ നേരിട്ട് കണ്ടതാ, അല്ലേ ചോദിച്ചു നോക്ക്. ദേവൂട്ടി പഞ്ചമിയെ ചൂണ്ടി പറഞ്ഞു. ദേവൂട്ടി അനാവശ്യം പറയരുത്, കേശു തളർച്ചയോടെ പറഞ്ഞു. അപ്പോഴേക്കും കൊലമരം ശ്രീധരൻ വാതിക്കലെത്തി. രണ്ടിനെ കൈയോടെ ഞാൻ പിടിച്ചതാ, അല്ലേടി ചൂലെ? ശ്രീധരൻ പഞ്ചമിയുടെ നേരെ തിരിഞ്ഞു. പഞ്ചമി ദേഷ്യം കടിച്ചമർത്തി നിന്നതേ ഉള്ളൂ. ദേവൂട്ടി കേശുവിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. പെണ്ണ് വയറും വീർപ്പിച്ച് വരുന്നത് കാണാനാ മോഹമെങ്കിൽ അത് നടക്കില്ല. എനിക്ക് ഒരു മോളുള്ളതാ. പിഴച്ചു പെറ്റവളുടെ അനുജത്തിന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് ഇവളുടെ കല്യാണം നടത്തണം. ശ്രീധരൻ തന്നെ ഇവളെ കെട്ടും. അത് പറഞ്ഞ് ദേവൂട്ടി ശ്രീധരനായിട്ടോടായി തുടർന്നു. ശ്രീധര, അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. നാളെ തന്നെ വേണ്ട ഒരുക്കം ചെയ്തോ. 3-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. അന്ന് കല്യാണം നടക്കാൻ നിനക്ക് നിർബന്ധമുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ, അക്കൻ തീരുമാനിച്ചോ, എനിക്ക് സമ്മതമാ. ശ്രീധരൻ ചിരിച്ചു. എങ്കിൽ ഞാൻ തീരുമാനിച്ചു. 3-ാം തീയതി നിങ്ങളുടെ കല്യാണം. എടി പഞ്ചമി, നീയും കേട്ടല്ലോ. ദേവൂട്ടി അടുക്കളയിലേക്ക് നടന്നു. ശ്രീധരൻ പിന്നാലെ. ഹൃദയം പൊട്ടിപ്പോകും പോലെ പഞ്ചമി കരഞ്ഞു. അച്ഛാ, നമുക്ക് എവിടെങ്കിലും പോകാം അച്ഛാ. ഇവിടുന്ന് രക്ഷപ്പെടാം. കൂലിപ്പടി എടുത്തിട്ടാണെങ്കിലും അച്ഛനെ ഞാൻ നോക്കിക്കൊള്ളാം. നമുക്ക് പോകാം. പഞ്ചമി ആർത്തലച്ചു കരഞ്ഞു. പഞ്ചമിയെ ആശ്വസിപ്പിക്കാനാവാതെ കേശു വിഷമിച്ചു. ദേവൂട്ടി പറഞ്ഞാൽ അത് നടപ്പാക്കുമെന്ന് അയാൾക്കറിയാം. കൊലമരം ശ്രീധരന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിലും ഭേദം പഞ്ചമിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതാണ് നല്ലതെന്ന് കേശുവിന് തോന്നി. കൊലമരം ശ്രീധരൻ മോഷ്ടിച്ചു കിട്ടുന്ന പണത്തിലാണ് ദേവൂട്ടിയുടെ നോട്ടം. എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കരുതേ. കാദംബരിയുടെ വാക്കുകൾ കേശുവിന്റെ കാതിൽ ഇരമ്പി അമർന്നു. കാദംബരി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദേവൂട്ടി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു. കാദംബരി ദേവതയായിരുന്നെങ്കിൽ ദേവൂട്ടി യക്ഷിയാണ്. മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന വടയക്ഷി. പറയച്ച, നമുക്ക് എവിടേട്ടെങ്കിലും പോകാം. ചെറിയമ്മയുടെയും കൊലമരം ശ്രീധരന്റെയും കണ്ണെത്താത്ത ഏതെങ്കിലും നാട്ടിലേക്ക്. അവിടെ പട്ടിണിയാണെങ്കിലും മനസമാധാനത്തോടെ നമുക്ക് ജീവിക്കാച്ച. പഞ്ചമി കരയുകയാണ്. നെഞ്ചു പൊട്ടിക്കരയുകയാണ്. എന്റെ പൊന്നുമോള് കരയാതെ. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഒരു കള്ളന് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കില്ല. മോള് സമാധാനപ്പെടും. അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴും കേശുവിന് ആശങ്കയായിരുന്നു. ഈ കല്യാണം നടക്കാതെ വന്നാൽ കൊലമരം ശ്രീധരനെ കൊണ്ട് തന്നെയും പഞ്ചമിയും കൊല്ലിക്കാൻ പോലും ദേവൂട്ടി മടിക്കില്ലെന്ന് കേശുവിന് അറിയാമായിരുന്നു. അടുക്കളയിൽ നിന്ന് ദേവൂട്ടിയുടെയും കൊലമരം ശ്രീധരന്റെയും അടക്കി പിടിച്ചുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേട്ടപ്പോൾ കേശുവിന് അറപ്പും വെറുപ്പും തോന്നി. വകയിൽ ഒരു ബന്ധത്തിന്റെ മറപിടിച്ച് എവിടെ നിന്നോ വന്ന ഒരുത്തനോടൊപ്പം കുഴഞ്ഞാടുകയാണ് ദേവൂട്ടി. ആ വൃത്തികെട്ടവനെയാണ് തന്റെ മകളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. തിണ്ണയിലെ കട്ടിലിൽ ഒരു തളർച്ചയോടെ കിടക്കുമ്പോഴും പഞ്ചമിയുടെ കരച്ചിൽ കേശുവിന്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്തോ നാടി മൂദേവി, ഇവിടെ ആരെങ്കിലും ചത്തുപോയോ? പഞ്ചമിയുടെ കരച്ചിൽ കേട്ട് അടുക്കളയിൽ നിന്ന് ദേവൂട്ടി വിളിച്ചു ചോദിച്ചു. മുഖമടച്ച് ഒരടി കൊടുക്കാനാണ് പഞ്ചമിക്ക് തോന്നിയത്. തന്റെ ജീവിതം തകർക്കാൻ കാത്തിരിക്കുകയാണ് ചെറിയമ്മ. അവരുടെ സ്വന്തം മകളായിരുന്നെങ്കിൽ കൊലമരം ശ്രീധരനെ പോലുള്ളൊരു കള്ളനെ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നില്ല. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വിങ്ങുന്ന മനസ്സോടെ ഫ്രെഡിയെ കുറിച്ച് അവൾ ഓർത്തു. അരുത്,
അങ്ങനെയൊന്നും പറയരുത്. എന്നും എന്റെ പഞ്ചവർണ്ണക്കിളിക്ക് കൂട്ടായി ഞാനുണ്ടാകും. ജീവിതത്തിലും മരണത്തിലും നമ്മൾ ഒന്നിച്ചാകും. ഫ്രെഡി തന്നെ ഉപേക്ഷിക്കില്ലെന്ന് അവൾക്ക് വിശ്വാസമായിരുന്നു. തന്നെ ജീവനേക്കാൾ അധികം ഫ്രെഡി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം മറ്റാരേക്കാളും കൂടുതൽ തനിക്കേ അറിയൂ. നാളെ എങ്ങനെയും ഫ്രെഡിയെ കാണണം. ഈ അഗ്നിപ്രവാഹത്തിൽ നിന്ന് ഫ്രെഡി തന്നെ രക്ഷിക്കാതിരിക്കില്ല. തിരിഞ്ഞും മറിഞ്ഞും കടന്ന് അവൾ നേരം വെളുപ്പിച്ചു. മുറ്റത്തേക്കിറങ്ങിയതും അവൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ചെറിയമ്മ മുറ്റമടിക്കുകയാണ്. ഒരിക്കലും അത് പതിവില്ലാത്തതാണ്. ഫ്രെഡി രാവിലെ വരുമെന്നറിയാവുന്നത് കൊണ്ടാണ് ചെറിയമ്മ മുറ്റമടിക്കുന്നെന്ന് അവൾക്ക് മനസ്സിലായി. ഫ്രെഡി വരാൻ സമയമായിരിക്കുന്നു. പഞ്ചമി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. എന്തുവാടി കാഴ്ച കാണാനായിട്ട് മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? അടുക്കളയിൽ പോലും ജോലി ചെയ്യടി. ദേവൂട്ടിയുടെ നേരെ പഞ്ചമി ദേഷ്യപ്പെട്ടു. അപ്പോൾ ദൂരെ ഇടവഴിയിലെ കോടമഞ്ഞിലൂടെ ഒഴുകി വരുന്ന ഫ്രെഡിയെ അവൾ കണ്ടു. ഹൃദയം തുടിച്ച നിമിഷങ്ങൾ. ഓടിച്ചെന്ന് ആ മാറിൽ തളർന്നു വീണ് തന്റെ സങ്കടങ്ങളൊക്കെയും പറയാൻ കൊതിച്ച നിമിഷങ്ങൾ. പക്ഷേ ചെറിയമ്മ പിന്നെ പിന്നെ ആരെയോ പ്രതീക്ഷിച്ചിട്ടെന്നവണ്ണം വഴിയിലേക്ക് നോക്കി നിൽക്കുന്ന കൊലമരം ശ്രീധരൻ. ഫ്രെഡി അടുത്തടുത്ത് വരികയാണ്. ആഗ്രഹം ഉള്ളിലൊതുക്കി തിരിച്ചു നടക്കുമ്പോൾ അവളുടെ മനസ്സ് തേങ്ങി. കണ്ണുകൾ നിറഞ്ഞു. അതരം വിറവുണ്ടു. ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു കൊലമരം ശ്രീധരൻ. ഫ്രെഡി അടുത്തെത്തിയതും അവൻ താഴെ വഴിയിലേക്ക് ഇറങ്ങി. ഒരു സന്തോഷ വാർത്ത പറയാനാ, ഒന്ന് നിന്നേ, ശ്രീധരൻ വിളിച്ചു പറഞ്ഞു. മുന്നോട്ട് നീങ്ങിയ ഫ്രെഡി തിരിഞ്ഞു നിന്നു. എന്താ, തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തോ? ഫ്രെഡി കൂസലില്ലാതെ ചോദിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, പഞ്ചമിയുടെ ഭർത്താവായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 3-ാം തീയതി വ്യാഴാഴ്ച ഞാനും പഞ്ചമിയും ഭാര്യ ഭർത്താക്കന്മാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീധരൻ വിജയഭാവത്തിൽ അവനെ നോക്കി. ഫ്രെഡിയുടെ നെഞ്ചിനുള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. തലയ്ക്ക് മുകളിലൂടെ ഒരു ട്രെയിൻ കയറി ഇറങ്ങിയതുപോലെ. എന്താ, വിശ്വാസമായില്ലേ? ശ്രീധരൻ അങ്ങനെ ചോദിച്ചിട്ട് തിരിഞ്ഞ് ദേവൂട്ടിയെ വിളിച്ചു. അക്കോ, അക്കൻ ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാനും പഞ്ചമിയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകാണെന്ന് പറഞ്ഞിട്ട് റോസ് ഗാർഡനിലെ കൊച്ചു സാഹിബിന് വിശ്വാസം വരുന്നില്ല. അക്കനൊന്ന് പറഞ്ഞു കൊടുക്ക്. അടുപ്പിൽ വെച്ച വെള്ളം തിളച്ചു തൂകുന്നതിന് മുമ്പ് വാങ്ങി വെച്ചേക്കട്ടെ. പറഞ്ഞു തീർന്നതും ഫ്രെഡിയുടെ വലത് കരം കൊലമരം ശ്രീധരന്റെ കവിളത്ത് പതിച്ചു. പിന്നെ അവനെ ശക്തിയിൽ പിടിച്ചുലച്ച് ദൂരേക്ക് തള്ളിയിട്ടിട്ട് ഫ്രെഡി നടന്നു നീങ്ങി. ഇടവഴിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ദേവൂട്ടി പകച്ചുപോയി. കൊലമരം ശ്രീധരനെ പോലൊരുത്തനെ ഇടിച്ചു താഴെയിടാൻ ഇത്തിരി പോന്ന ചെക്കന് കഴിഞ്ഞു വന്നോ? അടുക്കളയിലെ കിളിവാതിലൂടെ ഫ്രെഡി കൊലമരം ശ്രീധരനെ അടിക്കുന്നത് കണ്ടപ്പോൾ പഞ്ചമിക്ക് അടക്കാനാവാത്ത സന്തോഷമുണ്ടായി. അതെ, ഫ്രെഡി തന്റെ രക്ഷകനാണ്. ഇന്നലെ തനിക്ക് തന്ന അടി ഇന്ന് പുലർച്ചെ തന്നെ കൊലമരം ശ്രീധരന് മടക്കി കൊടുത്തിരിക്കുന്നു. ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് പോലും പഞ്ചമിക്ക് തോന്നി. അയ്യോ, നിനക്ക് വല്ലതും പറ്റിയോ ശ്രീധര? ദേവൂട്ടി അങ്ങനെ ചോദിച്ചുകൊണ്ട് വഴിയിലേക്ക് ഓടിയിറങ്ങി. അപ്പോൾ കൊലമരം ശ്രീധരൻ നിലത്ത് നിന്ന് എഴുന്നേറ്റ് വരികയായിരുന്നു. ഹേയ്, ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഉരുക്ക് ശരീരത്തിന് പിത്തം പിടിച്ച ഒരു പയ്യനെന്ന് തൊട്ടാൽ എന്തു പറ്റാനാ? നല്ലതുപോലെ വേദനിച്ചെങ്കിലും ശ്രീധരൻ വീമ്പു പറഞ്ഞു. പഞ്ചമി ഇതൊന്നും കാണരുതേ എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. അവൻ ധൃതിയിൽ അടുക്കള ഭാഗത്തേക്ക് കണ്ണുകൾ അയച്ചു. അടുക്കളയുടെ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന പഞ്ചമിയെ കണ്ടപ്പോൾ അവന് ജാള്യത തോന്നി, ഒപ്പം ദേഷ്യവും. എല്ലാം താൻ കണ്ടുവെന്നുള്ള ഭാവമായിരുന്നു അവൾക്ക്. അവളുടെ ചുണ്ടിൽ പരിഹാസത്തോടെ ഉള്ള ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശ്രീധരൻ നീട്ടിത്തൊപ്പി. കൊലമരം ശ്രീധരന്റെ ദേഹത്ത് തൊട്ടവനൊന്നും പിന്നീട് ആ കൈകൊണ്ട് ചോറുവാരി തിന്നിട്ടില്ല. അവന്റെ കൈയല്ല ഞാൻ വെട്ടിയെടുക്കുന്നത്, അവനെ തന്നെയാ. ശ്രീധരൻ പഞ്ചമി കേൾക്കാൻ വേണ്ടി തെല്ലുറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേൾക്കാത്ത മട്ടിൽ പഞ്ചമി അകത്തേക്ക് വലിഞ്ഞു. അന്ന് ദേവൂട്ടി പണിക്ക് പോയില്ല. പിന്നീടുള്ള 2 ദിവസങ്ങളിലും ചെറിയമ്മ വീട്ടു ജോലിക്ക് പോകാതായപ്പോൾ കേശു വിളിച്ചു ചോദിച്ചു, നിനക്ക് പണിക്ക് പോകണ്ടേ ദേവൂട്ടി? അത് കേട്ടതും ദേവൂട്ടി കലി ബാധിച്ചവളെ പോലെ കേശുവിന് നേരെ കയർത്തു. അയ്യടാ, ഞാൻ ജോലിക്ക് പോയിട്ട് വേണം നിങ്ങളുടെ കൊലക്കേറി മകൾക്ക് വേലി ചാടാൻ. ആ പൂതി മനസ്സിലിരുന്നാ മതി. അവളുടെ കല്യാണം കഴിയുന്നതുവരെ ഞാൻ ജോലിക്ക് പോകുന്നില്ല. എന്താ, മനസ്സിലായോ? കേശു പിന്നെ ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ശ്രീധരൻ വന്നാൽ തിരിച്ചു പോകുന്നത് വരെ ദേവൂട്ടി അവന്റെ അടുത്തു നിന്ന് മാറില്ലെന്ന് കേശുവിനറിയാം. അടുക്കളയിലെ ജോലിയെല്ലാം പഞ്ചമിയുടെ തലയിലാക്കിയിട്ട് അവനുമായി കളിതമാശ പറയാനും ശൃംഗരിക്കുവാനുമാണ് അവൾക്ക് താല്പര്യം. കേശു ഒരു ദീർഘനിശ്വാസത്തോടെ നീണ്ടു നിവർന്നു കിടന്നു. മറ്റെന്തും സഹിക്കാം,
പഞ്ചമിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് നെഞ്ചു പൊട്ടുന്നത്. ഒരച്ഛനെന്ന നിലയിൽ അവളെ തനിക്ക് രക്ഷിക്കാനാവുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ കേശുവിന് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങ് ദൂരെ ആകാശത്തിരുന്ന് കാദംബരി എല്ലാം കാണുന്നുണ്ടാകും. എന്റെ കാദംബരി, എന്നോട് ക്ഷമിക്കേ. നമ്മുടെ മകളെ എനിക്ക് രക്ഷിക്കാനാവുന്നില്ലല്ലോ. ഇതിപ്പോൾ അവളെ ഞാൻ കൊല്ലുന്നതിന് തുല്യമാണ് കാദംബരി. കൊലമരം ശ്രീധരന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എന്താ വേണ്ടത്? ഒന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ ഞാൻ നിന്റെ അടുത്തേക്ക് വരട്ടെ കാദംബരി? കേശു നിസ്സഹായതയോടെ വിങ്ങി പൊട്ടിക്കരഞ്ഞു. റോസ് ഗാർഡൻ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്